നാമജപവും മന്ത്രജപവും രണ്ടാണോ രണ്ടും ഒന്നാണോ? ചിന്തിച്ചിട്ടുണ്ടോ? നാമം ജപിക്കുമ്പോൾ നല്ല ഊർജ്ജ തരംഗങ്ങൾ ശിരസിലേക്ക് പ്രവഹിക്കുകയും തലച്ചോറിൽ നല്ല മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നു. പക്ഷെ മന്ത്രം ജപിക്കുമ്പോഴോ, മന്ത്രം ബീജാക്ഷരങ്ങളാണ്. ആദ്യ മാറ്റം, ആദ്യ സ്പന്ദനം സംഭവിക്കുന്നത് നമ്മുടെ തപശക്തി കൊണ്ട്, നമ്മുടെ മന്ത്രശക്തി കൊണ്ട്. ആദ്യം സംഭവിക്കുന്നത് മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനി ശക്തിയിലാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. എന്ത് സംഭവിക്കുന്നു? ആ മന്ത്രജപം കൊണ്ട്, ആ തപശക്തി കൊണ്ട് മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനി ശക്തി പതിയെ മുകളിലേക്ക് ഉയർന്നു വന്ന് 6 ആധാര ചക്രങ്ങളിലെ ഭേദിച്ച് സഹസ്രാരത്തിലേക്ക് എത്തുന്നു. ശിവൻ എന്ന അവസ്ഥയിലേക്ക് പ്രാപിക്കാൻ എത്തുന്നു. അങ്ങനെ ഒരു വാക്കിൽ, ഒരു വരികൾ ഇങ്ങനെയാ പറയാ: പടി 6 കിടന്ന് ശിവനെ കാണുമാറും ശിവശംഭോ. ആ പടി 6 എന്ന് 6 ആധാര ചക്രങ്ങളാണ്. മൂലാധാരം മുതൽ ആജ്ഞ വരെയുള്ള ചക്രങ്ങളെ ഭേദിച്ച് സഹസ്രാരത്തിലേക്ക് എത്തും. ശിവൻ എന്ന അവസ്ഥയിൽ പ്രാപിക്കണം, ഈശ്വരാവസ്ഥ പ്രാപിക്കണം എന്ന് പറയും. ആ സർവ്വ ആനന്ദമയമായിട്ടുന്ന അവസ്ഥയാണ്. അത് അനുഭവിക്കേണ്ടത് തന്നെയാണ്. അപ്പൊ നാമജപത്തിന് അതിൻ്റെ ശക്തിയുണ്ട്, മന്ത്രജപത്തിന് അതിൻ്റെയുള്ള ശക്തിയുണ്ട്.